ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ക്ലിഫ് ഓഫ് മോർ പോയ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗാൽവേയിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു സ്ലീപ്പ് ഓവർ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഗാൽവേയിലുള്ള ഒരു കാസ്റ്റിലും ഒരു ബീച്ചും കാണാനായിട്ട് പോയി. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ കാസ്റ്റിലോട്ട് പോകാൻ. എന്നിട്ട് ആദ്യം പോയത് ഞങ്ങളൊരു പാർക്കിലാണ്, കുട്ടികളുടെ ഒരു പാർക്കിൽ. കുറച്ച് നേരം കുട്ടികളെയൊക്കെ അവിടെ കളിപ്പിച്ചിട്ട് അതിനടുത്ത് തന്നെയാണ് ഈ കാസ്റ്റിലും ഉള്ളത്. ഒറാൻമോർ കാസ്റ്റിൽ എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ അത് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ സൈഡിൽ കൂടി നമുക്കിങ്ങനെ നടന്ന് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതുവഴി ഞങ്ങൾ നടന്നു പോയപ്പോഴേക്കും നാട്ടിലെ ചില സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അത്രയ്ക്കും മനോഹരമായിരുന്നു ഈ സ്ഥലം കാണാനായിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നടന്ന കുറേ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. കുട്ടികളുടെയും നമ്മളുടെയും എല്ലാവരുടെയും ചേർന്ന് നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഈ വീഡിയോയിൽ കൂടി ഈ പ്ലേസ് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്ഥലങ്ങളായിട്ട്? ദേ ഈ കാണുന്നതാണ് കാസ്റ്റിൽ. എത്രയോ വർഷം പഴക്കമുള്ള കാസ്റ്റിലാണിത്. ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യാണ്ട് തന്നെ ഇപ്പോഴും പഴയതുപോലെ തന്നെ ആ കെട്ടിടം നിൽപ്പുണ്ട്. ഈ കാസ്റ്റിൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്തോട്ടൊന്നും പോയി കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഗാൽവേയിലുള്ള ഒരു സിൽവർ സ്റ്റാൻഡ് ബീച്ചിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാവരും വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഷമൊക്കെ ആദ്യമായിട്ട് സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്കത് ആദ്യം ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഷൂസ് ഊരാനും അവൾ സമ്മതിച്ചില്ല. കാലിൽ മണ്ണൊക്കെ പറ്റുന്നുള്ളത് കൊണ്ട് അവൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ലാസ്റ്റ് ടൈം ഞങ്ങളിവിടെ വന്ന സമയത്ത് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവൾ തീരെ കുഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു. മറ്റു രണ്ടുപേരാണ് അന്ന് ബീച്ചിലോട്ട് ഇറങ്ങി കളിച്ചത് തന്നെ. അപ്പോൾ ഇഷമോളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അവൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്നത്. അങ്ങനെ അവിടെ തിരയടിച്ച് വന്ന ഒരു ജെല്ലി ഫിഷിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് തൊട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് നമ്മുടെ നജ്മി വന്ന് പറഞ്ഞത് ചില ജെല്ലി ഫിഷ് ഒന്ന് പോയിസണസ് ആണ്, അപ്പോൾ തൊടണ്ടെന്നൊക്കെ. പിന്നെ ഞങ്ങളതങ്ങ് വിട്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ശംഖുമുഖം ബീച്ചും വെട്ടുകാട് ബീച്ചും ഒക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അവിടെ പോയിരുന്നിട്ട് മണ്ണിലൊക്കെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. ഈ ബീച്ച് കാണുമ്പോൾ എനിക്ക് കോവളം ബീച്ചാണ് ഓർമ്മ വരുന്നത്. കാരണം പകുതി ദൂരം നമുക്കിങ്ങനെ നടന്ന് നിൽക്കാനൊക്കെ പറ്റും. വെള്ളത്തിൽ അധികം തിരയൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കായിരുന്നാലും കുഴപ്പമില്ലാതെ അവിടെ നിൽക്കാനൊക്കെ പറ്റും. അവരൊരു ബോളൊക്കെ കൊണ്ടാണ് വന്നത് കളിക്കാനായിട്ട്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. യുവകുട്ടനാണെങ്കിൽ ആടി തിമിർക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ സമ്മർ ടൈം ആവണം ഇതുപോലെ ബീച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. ayo. Ini balik, coba. Beri udah. Udah. ഇടയ്ക്ക് യുവി ഒന്ന് വെള്ളത്തിൽ വീണായിരുന്നു. ഇനി അവൻ നിൽക്കത്തില്ല. കാരണം അവൻ ഫുള്ള് നനഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കരമായിട്ട് തണുക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സെയിം ആയിരുന്നു. ഇനി അവൻ വെള്ളത്തിൽ ഇറങ്ങത്തുമില്ല, കളിക്കത്തുമില്ല. ഇനി ഒന്ന് തുടച്ച് അവൻ ഈ ഡ്രസ്സൊക്കെ മാറിയാലേ ഇനി അവന് രക്ഷയുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനത്തെ ബീച്ച് ബക്കറ്റ് സെറ്റുമായിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളുമായിട്ട് നമ്മൾ ബീച്ചിൽ പോകുന്നതും. ഇഷമോളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നതും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് നേരത്തേക്ക് ഭയങ്കരമായിട്ട് ബിസി ആയിരുന്നു. ഇഷമോൾ അങ്ങനെ സ്വിമ്മിങ് ഡ്രസ്സിൽ ഇരുന്ന് കളിക്കുവാണ് ബീച്ചിൽ. അവളാണെങ്കിൽ ഷൂ ഒന്നും ഊരാൻ സമ്മതിച്ചില്ല. അതിനകത്ത് അത്രയും മണ്ണായിരിക്കും. പിള്ളേർ സെറ്റൊക്കെ കളിച്ച് ഹാപ്പിയായി. പിന്നെ അവർ ഓരോരുത്തരെയും വിളിച്ച് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇരുന്ന സ്നാക്സൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്നും തിരിച്ചായിരുന്നു. അങ്ങനെ ഗാൽവേയിലുള്ള ഫ്രണ്ടിന് നമ്മുടെ താങ്ക്സും ബൈ ബൈയും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നും പിന്നെ ഞങ്ങളുടെ കോർക്കിലോട്ട് വീട്ടിലോട്ട് വരണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു.
അന്നേരം തന്നെ നമുക്ക് എല്ലാവർക്കും വിശന്നായിരുന്നു, കുട്ടികൾക്കും ഭയങ്കരമായിട്ട് വിശന്നു. വെള്ളത്തിലൊക്കെ കളിച്ചതല്ലേ. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് ഏത് കടയുണ്ടെന്ന് നോക്കി അങ്ങനെ സൂപ്പർ മാക്സിലോട്ട് കയറി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്ക് ഐറ്റംസ്, റോളും ചിപ്സും കുറച്ച് ചിക്കൻ നഗറ്റ്സ് പോലത്തെ എന്തോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അതൊരു ഷോപ്പിംഗ് മാൾ ആയതുകൊണ്ട് അവിടെ വേറെയും ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഗാൽവേയിലുണ്ടായിരുന്ന വിശേഷങ്ങൾ. ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ മുന്നോട്ടിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ, സീ യു.